മാത്രമാണ് അമ്മ അടങ്ങുന്ന ഒരു കുടുംബം മാത്രമാണ് ഒറിജിനൽ. ബാക്കി കേരളത്തിൽ എല്ലാവരും അതിനെ എതിർത്തു. ഈവൻ നാട്ടുകാർ പോലും വീടിനടുത്തുള്ള ആൾക്കാർ പോലും എതിർത്തു. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ഋതു. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അത്ര ആൾക്കാർ ഇതിനെ വിശ്വാസമില്ലായി എടുത്തത്? കാരണം അവർ നമ്മൾ കണ്ടിട്ടുള്ള സമൂഹം അങ്ങനെ അല്ലാത്തത് കൊണ്ട്. നമ്മുടെ സമൂഹം എപ്പോഴും മെറ്റീരിയലിസ്റ്റിക് അല്ലേ. നമ്മൾ കൊച്ചിലെ തൊട്ട് നമ്മളുടെ അടുത്ത് എന്താ പറയണത്, നിങ്ങൾ വലുതാകുമ്പോൾ നിങ്ങൾ അത് വെട്ടിപ്പിടിക്കുക ഇത് വെട്ടിപ്പിടിക്കുക അല്ലേ, നിങ്ങൾ അവിടെ എത്താൻ മറ്റവനേക്കാളും വലുത്. അതല്ല ഞാൻ എപ്പോഴും പറയുന്നത്, ഫസ്റ്റ് കോൺക്വർ യുവർ മൈൻഡ്. നിന്റെ മനസ്സ് നീ കോൺക്വർ ചെയ്താൽ നിനക്ക് നിന്റെ വേൾഡിനെ ഓട്ടോമാറ്റിക്കായിട്ട് കോൺക്വർ ചെയ്യാൻ പറ്റും. ലൈക് ശ്രീബുദ്ധ പറഞ്ഞതുപോലെ പുറത്തേക്കുള്ള വേൾഡ് എന്ന് പറഞ്ഞാൽ അകത്തേക്കാണ്. അതിനാണ് കണ്ണടച്ച് മെഡിറ്റേഷൻ ഇരിക്കാൻ പറയുന്നത്. സോ യു വിൽ ലുക്ക് ഇൻ ടു യുവർ സെൽഫ്. അപ്പം നമുക്ക് കുറേ ക്ലാരിറ്റി വരും. അപ്പം നമുക്ക് എല്ലാം പോകുന്ന പറയുക, അഹങ്കാരവും ജലസും വേറെ ഒരാളെ കോൺക്കർ ചെയ്യാനൊന്നുമില്ല. നമ്മൾ നമ്മളുടെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഇവിടെ വന്നു, നമ്മൾ ജീവിക്കുന്നു. അത് കഴിഞ്ഞാൽ നമ്മളൊക്കെ പോകാനുള്ളവർ എല്ലാവരും മരിക്കുന്നുള്ളൊരു കോൺസെപ്റ്റ് തലയിലുണ്ടെങ്കിൽ തന്നെ ഈ ലോകത്തിൽ അല്ലേ നമുക്ക് ഗ്യാരണ്ടി ഉണ്ടോ, നമുക്ക് നാളെ ഉണ്ടോ എന്നുണ്ടോ? പക്ഷെ ചേട്ടനെ ഉപയോഗിക്കണ ഫോണിന് വരെ ഒരു ഗ്യാരണ്ടി ഉണ്ട് അല്ലേ, അത് അവർ തരുന്നുണ്ട് അല്ലേ. ഭയങ്കര ഞാനുണ്ടല്ലേ ഇങ്ങനെ പറഞ്ഞാൽ ഞാനിങ്ങനെ പറഞ്ഞോണ്ടേ ഒരു വർഷം ഗ്യാരണ്ടി ഉണ്ട്. ഇത് ഒരു വർഷം ഗ്യാരണ്ടി ഇല്ല. എന്റെ ഫോണിനുണ്ട് ഗ്യാരണ്ടി. പക്ഷെ മനുഷ്യനുണ്ടാക്കണേനുണ്ട്, പക്ഷെ മനുഷ്യനില്ല. നമ്മൾ ഈ ഫോണും പിടിച്ച് വലിയ സംഭവമാണ്. ഞാൻ നാളെ മലമറയ്ക്ക് ഞാൻ ഈ ലോകത്തിൽ അവിടെ എത്തും അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ ഈ മൊമെന്റില് ശ്വാസം എടുക്കാൻ നാളെ എന്തെങ്കിലും അത്രേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യോഗ ചെയ്യാറുണ്ടോ? യോഗ ചെയ്യാറുണ്ട്, മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. അപ്പൊ ഈ യോഗയിൽ ചില ആൾക്കാർ പറയുന്നത് ഞങ്ങൾ സമാധിയായിട്ട് തിരിച്ചു വരുന്ന പ്രക്രിയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ ഒരാൾ ഇന്റർവ്യൂ പറഞ്ഞായിരുന്നു. പല പ്രക്രിയകളും ഉണ്ട് ശരിക്കും. നമ്മൾ ഈ 1% ആണ് നമ്മളുടെ കണ്ണിൽ കാണാൻ പറ്റുന്നതാണ് ഈ നടക്കുന്നത് എന്നാ പറയാ. ബാക്കി 99% നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ ഈ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാ പറയണേ. അപ്പോൾ ഉണ്ടാവും, തിരിച്ചു വന്നവരുണ്ടാവും. ആൻ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന് പറഞ്ഞിട്ട് ശ്രീരാമ പരമഹംസ എന്നുള്ള ഒരു യോഗിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തെറ്റാണെങ്കിൽ എനിക്കറിയില്ല. അദ്ദേഹത്തിന് ആ ബുക്കിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബാബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുനിയുണ്ട്. ആ ഋഷീനെ വരെ ഇവർ ധ്യാനിക്കുമ്പോൾ അവർക്ക് കാണാൻ പറ്റും. അപ്പം ആ ബാബ വന്നിട്ട് പറയണ കുറേ കാര്യങ്ങളുണ്ട് ഇവരുടെ അടുത്ത്, ഈ ശിഷ്യന്മാരുടെ അടുത്ത്. അതിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അദ്ദേഹം ജീസസ് ക്രൈസ്റ്റിൻ്റെ കൂടെ ഇരുന്ന് ധ്യാനിച്ച കാര്യങ്ങളും ഒക്കെ ഈ ബാബ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിയാം. പക്ഷേ സ്പിരിച്വൽ വേൾഡ് എന്ന് പറഞ്ഞാൽ അതൊരു എൻഡ്ലെസ് ആയിട്ടുള്ള ഒരു വേൾഡാണ്. അപ്പം നമുക്കത് ഈ ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മളുടെ ഈ ലോകത്തുള്ളവർക്കത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സമാധി എന്ന് പറയുമ്പോൾ അവരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. കാരണം നമ്മളുമായിട്ട് അത് കണക്റ്റഡ് അല്ല, നമുക്കറിയില്ല, നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ മരിച്ചതല്ലേ കേട്ടിട്ടുള്ളൂ. സമാധി നമ്മൾ കേൾക്കണത് വളരെ ചുരുക്കമാണ്. പക്ഷെ അവർ വീട്ടുകാർക്കറിയാം. കാരണം വീട്ടുകാർ എന്നും ഇയാൾ ധ്യാനിക്കുന്ന കണ്ടിട്ടുണ്ടാവും.